നമുക്ക് മനസമാധാനം തരാൻ, സന്തോഷം തരാൻ, വളർച്ച ഉറപ്പാക്കാൻ, നമ്മളെ സംരക്ഷിക്കാൻ, നമ്മളെ ചേർത്ത് നിർത്താൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സർക്കാരുകളെ തിരഞ്ഞെടുക്കുന്ന ജനാധിപത്യ പ്രക്രിയ. പിന്നെ കൂടാതെ ഓരോ മതങ്ങളുടെയും അതിലെ വിശ്വാസികളുടെ പുരോഗതിക്കും വളർച്ചയ്ക്ക് വേണ്ടി ഉതകുന്ന കൂട്ടായ്മകൾ, ജനാധിപത്യ പ്രക്രിയയ്ക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ, മതസംഘടനകൾ, ഇത്തരം കൂട്ടായ്മകളൊക്കെയും. എന്നാൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ യാതൊരു കാരണവുമില്ലാത്ത വിഷയങ്ങളെ കുത്തിപ്പൊക്കി മനുഷ്യരായ നമ്മുടെയൊക്കെ മനസമാധാനം കളഞ്ഞ് ആ മനസമാധാനം കളയുന്നതിലൂടെ ഉണ്ടാക്കുന്ന അസ്വസ്ഥതയിൽ പൊന്തി വരുന്ന വെണ്ണ അത് കോരിയെടുത്ത് പണ്ട് നമ്മൾ മത്തുകൊണ്ട് ഈ തൈര് ഉടച്ച് അരങ്ങി മോരാക്കി അതിൽ നിന്ന് വെണ്ണ എടുക്കുന്നത് പോലെ നമ്മുടെ ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും പരസ്പര സഹകരണത്തിൻ്റെയും ശാന്തിയുടെയും വെണ്ണയാണ് ഇവരിൽ പലരും കോരിക്കൊണ്ടിരിക്കുന്നത്. മനസമാധാനം തരരുത് എന്നത് തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. അതിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. നമുക്ക് പ്രയാസങ്ങൾ, അസ്വസ്ഥതകൾ രണ്ട് കാറ്റഗറിയിലുണ്ടാവും. ഒന്ന് വളരെ വ്യക്തിപരമായ പ്രയാസങ്ങൾ, ജാതിമത വ്യത്യാസങ്ങൾക്കപ്പുറത്ത് മനുഷ്യർക്കാകെ ഉണ്ടാവും. സാമ്പത്തിക പ്രയാസങ്ങൾ, രോഗം കൊണ്ടുള്ള പ്രയാസങ്ങൾ, കുടുംബത്തിനകത്തുള്ള ഛിദ്രത, ഭിന്നത അതുകൊണ്ടുള്ള പ്രയാസങ്ങൾ, കിടപ്പാടമില്ലാത്തതിൻ്റെ പ്രയാസങ്ങൾ, വീടില്ലാത്തതിൻ്റെ പ്രയാസങ്ങൾ, ബാങ്ക് ലോണുകളുടെ ജപ്തികളുടെ പ്രയാസങ്ങൾ, അങ്ങനെ അടങ്ങുന്ന തൊഴിലില്ലായ്മ അടക്കമുള്ള ഒരു കൂട്ടം വ്യക്തിപരമായ പ്രയാസങ്ങളുണ്ടാവും. ആ പ്രയാസങ്ങൾ അതാരും ഓൺ ചെയ്യാറില്ല. അത്തരം പ്രയാസങ്ങൾ മാറ്റി നമുക്ക് കൂടുതൽ സുഭിക്ഷമായ അല്ലെങ്കിൽ ഒരു സാമാന്യേന തിരക്കേടില്ലാത്ത ഒരു ജീവിത, സാമൂഹിക, സാമ്പത്തിക സാഹചര്യം ഒരുക്കിത്തരാൻ വേണ്ടിയാണ് എല്ലാവരും പണിയെടുക്കുന്നതെന്നാണ് വെപ്പ്. അതിനുവേണ്ടിയാണല്ലോ ജനങ്ങൾ വോട്ട് ചെയ്തുണ്ടാക്കുന്ന ജനാധിപത്യ സർക്കാർ. ആ സർക്കാർ പ്രക്രിയയിൽ നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ, അതൊരു വഴിക്ക്. ഇതുപോലെ തന്നെ വ്യക്തികളുടെ സമാധാനം, ശാന്തി, ആത്മീയ പൂർണ്ണത, നിർവൃതി, ഇതിനൊക്കെ വേണ്ടിയിട്ട് മതങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപം കൊള്ളുന്ന മതസംഘടനകൾ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ന് ഈ സമൂഹത്തിലെ പല സന്ദർഭങ്ങളും പല കാര്യങ്ങളും മനസ്സിലാക്കുമ്പോൾ ഈ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്ന മനുഷ്യരെ ഏത് തരത്തിൽ അസ്വസ്ഥതപ്പെടുത്തി അതിനെ വഷളാക്കി അത് കുഴപ്പങ്ങളിലേക്കെത്തിച്ച് ആ അസ്വസ്ഥതയിലൂടെ നമ്മൾ തമ്മിൽ തർക്കിച്ച് തമ്മിലടിച്ച് ഭിന്നിപ്പിക്കുമ്പോൾ ആ ഭിന്നിപ്പിക്കൽ കൂടുതൽ എനിക്ക് അനുകൂലമായി ഭിന്നിക്കുന്നുവെങ്കിൽ അത് അധികാരത്തിലേക്കുള്ള, എനിക്ക് അമർന്ന് സന്തോഷമായി ഇരിക്കാനുള്ള ഒരു സ്ഥലമാക്കി മാറ്റുന്ന ശ്രമത്തിലാണ് നമ്മുടെ ഭരണകൂടങ്ങൾ. അവർക്ക് ജാതിമത വ്യത്യാസങ്ങളൊന്നും അത്ര വലിയ പ്രശ്നമല്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള മുസ്ലിമിനെയും ദുബായിലുള്ള മുസ്ലിം ഭരണാധികാരിയെ ഒരുപോലെ കാണണ്ടേ? അങ്ങനെ കാണില്ല. അല്ലെങ്കിൽ ഇവിടെയുള്ള സാധാരണക്കാരനായ ഒരു മുസ്ലിമിനെയും അതിസമ്പന്നനായ ഒരു മുസ്ലിം വ്യവസായിയെയും തുല്യമായി ഒരേ വിദ്വേഷത്തിൽ നോക്കണ്ടേ? അങ്ങനല്ല. താഴെയുള്ളവർ വിദ്വേഷിച്ച് അടിച്ച് നശിച്ചാലും മുകളിലുള്ളവരുമായി ഇവർക്കെല്ലാം സ്നേഹമുണ്ടാവും എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്ന സംഭവങ്ങളെ ഈ വ്യത്യാസങ്ങളില്ലാതൊന്ന് പറഞ്ഞാൽ, ഈ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നു. ഈ നിയമം കൊണ്ടുവരുന്നതിലൂടെ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടാനല്ലല്ലോ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടാനല്ലല്ലോ, ഒന്നുമല്ല. ഇതിപ്പോൾ പിടിച്ച് വീടില്ലാത്ത കുറേ ഹിന്ദുക്കളായ സഹോദരന്മാർക്ക് 3 സെൻറ്റ് 5 സെൻറ്റ് വീതം കൊടുക്കാനാണോ? അല്ല. ക്രിസ്ത്യാനിക്ക് കൊടുക്കാനാണോ? അല്ല. അപ്പോൾ പക്ഷേ ഇത് പിടിക്കുമ്പോൾ ഈ സമുദായത്തിന് നഷ്ടപ്പെടുന്നത് ഓർത്ത് സന്തോഷ ആധിക്യത്താൽ നമ്മളോടൊപ്പം ചേരുന്ന കുറച്ച് ആളുകളെ രൂപപ്പെടുത്തുന്ന ആ അസ്വസ്ഥത, നമ്മൾ ഈ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൈര് കടഞ്ഞ് വെണ്ണയാക്കുമ്പോൾ ആ കടയിലൂടെ ഉണ്ടാകുന്ന അസ്വസ്ഥതയുടെ വെണ്ണ കോരിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. ഇനി അത് കഴിഞ്ഞ് രണ്ടാമതുണ്ടായ സംഭവം എന്താ? വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ മലപ്പുറം പ്രസംഗം. അദ്ദേഹം ഒരു മുസ്ലിം വിരോധിയാണെന്ന് പുള്ളി തന്നെ പറയുന്നുണ്ടല്ലെന്ന്. കഴിഞ്ഞ ദിവസം സാമൂഹ്യ മാധ്യമത്തിലൊക്കെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്നൊരു ചിത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ BDJS ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളി അദ്ദേഹം ജയിലിൽ കിടന്നപ്പോൾ ഇറങ്ങി പുറത്തു നിന്ന് ലുലു ഗ്രൂപ്പിൻ്റെ നേതാക്കളുമായി നിൽക്കുന്ന ചിത്രം. എന്ന് പറഞ്ഞാൽ അവർ കാശ് മുടക്കുകയാണ് ഇദ്ദേഹത്തെ പുറത്തു കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. അതിന് പൊളിറ്റിക്കൽ ലിങ്കൊക്കെ ഉപയോഗിച്ചു എന്നൊക്കെ പറയുന്ന ആരോപണമുണ്ട്. എന്തോ ആവട്ടെ. പിന്നെ അദ്ദേഹം തന്നെ പറയുന്നു റഹീം അദ്ദേഹത്തിൻ്റെ ഓഡിറ്ററാണ്, അഭിഭാഷകൻ മുസ്ലിമാണ്, പിന്നെ എല്ലാം കൂടാതെ നമ്മുടെ വഹാബ് എന്നപ്പോഴത്തേക്ക് വഹാബിനെ കെട്ടിപ്പിടിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നു. മലപ്പുറത്ത് പോയി പ്രസംഗിച്ചു.
പ്രസംഗിച്ചപ്പോൾ ന്യായമായി എന്താ പറയേണ്ടത്? ഇവിടെ ഈഴവ സമുദായത്തിന് സ്ഥാപനങ്ങൾ കുറവാണ്, മാറി മാറി വരുന്ന സർക്കാരുകൾ ഈഴവ സമുദായത്തെ പരിഗണിക്കുന്നില്ല, പറ്റുമെങ്കിൽ അതിൻ്റെ ഡേറ്റ എല്ലാം പറയണം. അതാവശ്യപ്പെട്ടാൽ ആ സമുദായത്തിൻ്റെ ഗുണത്തിന് വേണ്ടിയാണെന്ന് പറയാം. ഇത് തിരിച്ച് മറ്റവരെ പറയുന്നത് എന്തിനാ? അസ്വസ്ഥതയുണ്ടാക്കാൻ. അങ്ങനെ അസ്വസ്ഥതയുണ്ടായപ്പോൾ എന്ത് സംഭവിച്ചു? ഇദ്ദേഹത്തിന് കുറേ പേര് മറുപടി പറഞ്ഞു, അങ്ങോട്ട് പറഞ്ഞു, ഇങ്ങോട്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ എന്തായി? അത് വലിയൊരു സംഭവമായി മാറി. കഴിഞ്ഞോ? കഴിഞ്ഞില്ല. അടുത്ത ദിവസം ഉണ്ടായത് എന്താണ്? SIയോടെയും പിന്നെ സോളിഡാരിറ്റിയുടെയും ജമാഅത്ത് ഇസ്ലാമിയുടെ ജാഥ. അവരെന്തിനാണ് കുത്തുബ് സയ്യിദിനെയും പിന്നെ മറ്റേ പുള്ളിയെയും പൊക്കി പിടിച്ചത്? മഹാത്മാഗാന്ധിയെ പിടിക്കാൻ എന്താ? ജവഹർലാൽ നെഹ്റുവിനെ പിടിക്കാൻ എന്താ? ഭരണഘടന പിടിക്കാൻ എന്താ? അല്ലെങ്കിൽ അവരുടെ നേതാവ് സിദ്ദീഖ് ഹസൻ സാഹിബിൻ്റെ ചിത്രം പിടിക്കാൻ എന്താ? അങ്ങനെ പിടിച്ചാൽ അസ്വസ്ഥത വരില്ല. അസ്വസ്ഥത വരുത്തണമെങ്കിൽ എന്തു വേണം? ഇവർ രണ്ടുപേരുടെയും പടം പിടിക്കണം. അവരും ജയിച്ചു. ബാക്കിയുള്ളവർ മറുപടി പറഞ്ഞു, അതൊരു അസ്വസ്ഥതയാക്കി, അങ്ങനെ ഉണ്ടാക്കി റെഡിയാക്കി. ഇന്ന് രാവിലെ നോക്കിയപ്പോൾ പാലക്കാട് നഗരസഭയിൽ പുതിയൊരു സംഗതി. എന്താ? നൈപുണി കേന്ദ്രത്തിൻ്റെ തറക്കല്ലിടൽ. നൈപുണി കേന്ദ്രം സ്വാഭാവികമായി BJP നഗരസഭയായതുകൊണ്ട് ആ നഗരസഭയ്ക്ക് ഇഷ്ടമുള്ളവരുടെ പേരിടാം. അവർക്കിടാൻ വാജ്പേയി ഉണ്ട്, മുൻ പ്രധാനമന്ത്രി. പിന്നെ സുഷമ സ്വരാജ് മാഡം ഉണ്ട്, മരിച്ചുപോയത്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ പേരിടാം മോഡിജി എന്നിടാം, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ പേരിടാം അമിത്ഷാ എന്നിടാം. അവരെന്തിനാണ് ഹെഗ്ഡേവാർ എന്നിടുന്നത്? അതിട്ടെങ്കിലേ അസ്വസ്ഥതയുടെ വിത്ത് മുളയ്ക്കാൻ പറ്റൂ. അവിടെ നൽകുന്ന സേവനം കൊണ്ട് മനുഷ്യർക്ക് ഗുണമുണ്ടാകാനും ആളുകൾക്ക് നല്ല സൗകര്യങ്ങൾ ഉണ്ടാക്കാനും പൊതുജനത്തിൻ്റെ ഫണ്ടിൽ നിന്ന് പിരിച്ച കാശ് കൊണ്ടാണല്ലോ ഇത് പണിയുന്നത്. പാർട്ടി ഒന്നുമല്ലല്ലോ. അപ്പോൾ അവരാ പേരിടുന്നത് അസ്വസ്ഥത ഉണ്ടാക്കാനാണ്. അപ്പം നമ്മളിൽ വളരെ സുഖസമൃദ്ധമായി ജീവിക്കുന്ന കുറേ ആളുകൾ ഈ അസ്വസ്ഥതയിൽ പിടിച്ച് അസ്വസ്ഥരായി അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധം മുറിച്ച് അടിച്ച് വഴക്കുണ്ടാക്കി ഇതിലേക്കെടുത്തിയാടും. ഇതേ അസ്വസ്ഥത മാത്രം വിറ്റ് നിന്ന് ജീവിക്കുന്ന യൂട്യൂബ് ചാനലുകളുമുണ്ട്. മാത്യു സാമുവലിൻ്റെയൊക്കെ കാര്യം നല്ല ഉദാഹരണമല്ലേ? പുള്ളിയുടെ ഒരു ഗ്രാഫ് എന്താ? വ്യക്തിപരമായ പ്രൊഫൈൽ എന്താ? ആകെയുള്ള ആളെന്താ? പക്ഷേ അത് വല്ലവരും അന്വേഷിക്കുന്നു. അദ്ദേഹം പറയുന്ന ചളവള കേട്ടിങ്ങനെ അതിൻ്റെ പുറകിൽ ആളുകൾ പോയി 50,000, 40,000, 30,000 കൊടുക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ പുള്ളിക്ക് ലക്ഷക്കണക്കിന് രൂപ വരുമല്ലേ. പിന്നെ നമ്മുടെ രാജൻ ജോസഫ് പറഞ്ഞതുപോലെ വേറെ പല വഴിക്കൂടെയും കാശ് വരുമല്ലേ. എന്താ പുള്ളി ചെയ്യുന്നത്? ഈ അസ്വസ്ഥതയെ വിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഈ പറയുന്ന മനുഷ്യരോട് പറയാനുള്ളത്, ഞാൻ അസ്വസ്ഥത പറഞ്ഞാലും എന്നെയും നിങ്ങൾ കേൾക്കരുത്, അന്ന് കാണുകയേ ചെയ്യരുത്. നീതിയാണ് പറയുന്നത്, സമാധാനത്തിനും സത്യത്തിനും വേണ്ടിയാണ് പറയുന്നതെങ്കിൽ മാത്രമേ കാണാവൂ, അതേ വായിക്കാവൂ, അത്തരം കാര്യങ്ങളെ ചെയ്യാവൂ. അത് എല്ലാ ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യർ തിരിച്ചറിഞ്ഞാൽ ഈ വിഷയം തീർന്നു, ഈ കച്ചവടം ഇവിടെ അവസാനിക്കും. മലയാളി അതിനെങ്കിലും ദയവായി തയ്യാറാകണമെന്നുള്ളതാണ്. ഈ ജാതി മതഭേദമന്യേ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ, ഇനി ഹിന്ദുവിനകത്ത് ഏത് വിഭാഗമാകട്ടെ, മുസ്ലിമിനകത്ത് ഏത് വിഭാഗമാകട്ടെ, ക്രിസ്ത്യാനിക്കകത്ത് ഏതും ആകട്ടെ, എങ്ങനെയായാലും അതാണ് എൻ്റെ അഭ്യർത്ഥന.